ആരാണ് മുൻകൈ എടുത്തത് എന്നുള്ളത് ഒരു പ്രസക്തമല്ല. രണ്ടുപേരുടെ ആവശ്യമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് മുൻകൈ എടുത്തു എന്ന് പറയുന്നതാണ് ശരി. താല്പര്യമെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഞാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് ഞാൻ തന്നെയാണെന്ന് പറയാം. അല്ല, ഞാൻ സംസാരിച്ച രണ്ട് വിഭാഗത്തിൽ നിന്നും ഞാൻ സി പി എമ്മിൻ്റെ അല്ല, ഞാനത് സി പി എമ്മിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന കാര്യം, തുടർന്ന കാര്യം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോൺ ബ്രിട്ടാസിനും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്നോടൊപ്പം തിരുവനന്തപുരം വരില്ലല്ലോ. അല്ല, അവിടെ ആര് മുൻകൈ എടുത്തു എന്നുള്ളതിന് പ്രസക്തിയില്ല. അതൊരു വിവാദമാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒത്തീർപ്പാക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടനത്തിൽ ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, രണ്ടുപേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. മുൻകൈ എടുക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആവശ്യം വന്നപ്പോൾ അതിൽ നിന്നും തലയുരേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെയും UDFിൻ്റെ ആവശ്യമായിരുന്നു. അതേസമയം ഒരു സമരത്തിൽ ചെന്ന് പെട്ട് ആ സമരത്തിൽ നിന്ന് ഊരിക്കൊണ്ടു പോകേണ്ടത് LDFിൻ്റെ ആവശ്യമായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ഇടപെട്ട കാര്യം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അതേ സ്ഥിരീകരിക്കാമെന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അതെനിക്കറിയില്ല. ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്ക എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പം ഒരു റിട്ടയർ ശേഷം അദ്ദേഹം പുസ്തകം എഴുതുന്നു. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതുന്നതിൽ തെറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അവകാശമാണ്. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ദൃക്സാക്ഷി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ല, എന്നെ വിളിച്ചപ്പോൾ ബ്രിട്ടാസ് കൊടുത്തു എന്ന് പറയുന്നതാണ്. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്നെ വിളിച്ച ഫോണിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? എന്താ, എനിക്കപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടാസാണ്. എന്നെ ഫോണിൽ വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ ബ്രിട്ടാസ് എടുത്തുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുക്കുകയായിരുന്നു. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അല്ലല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബ്രിട്ടാസും ഞങ്ങളെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല, അവിടെയൊക്കെ രൂപപ്പെട്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിന് അത്ഭുതമായ സൗഹൃദമുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അങ്ങനെയല്ല, ഞാൻ ബ്രിട്ടാസിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് തിരുവഞ്ചൂർ പറഞ്ഞപ്പോൾ ബ്രിട്ടാസ് അടുത്തുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞത്. അല്ല, അത് കഴിഞ്ഞ ധാരണ ഉണ്ടായി കാണും. ഞാൻ സംസാരിക്കുന്നതും ബ്രിട്ടാസുമായി ഫോൺ സംസാരിക്കുന്നത് 2 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞ് പിന്നീട് ധാരണ ഉണ്ടായതാണ്. ധാരണ ഉണ്ടാകുന്നത് അല്ല, അന്നും CPMൻ്റെ ഉന്നതനായ നേതാവ് തന്നെയാണ്. അദ്ദേഹം പാർട്ടി അംഗമാണ്. ഞാൻ പാർട്ടി അംഗമല്ല. തിരുവഞ്ചൂരിൻ്റെ ഓഫീസിൽ ബ്രിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയത് പിന്നീടാണ്, അന്നല്ല. അന്ന് ഞങ്ങൾ മടങ്ങി വരികയാണ് ചെയ്തത്. അന്ന് ഞാനും ബ്രിട്ടാസിൻ്റെ കാറിലാണ് ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നത് ബ്രിട്ടാസിൻ്റെ കാറിലാണ്. എന്നെ ബ്രിട്ടാസ് പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അതിനുശേഷം പിന്നീട് കണ്ടുവന്നവരെ ബ്രിട്ടാസ് തന്നെ പറയുന്നുണ്ട്, കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള തുടർ ചർച്ചകളിൽ ഞാൻ പങ്കാളിയല്ല.
അത് അവസാനിപ്പിച്ചതിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. കാരണം അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന ഇപ്പോഴത്തെ നേതാവാണ് അന്ന് സജീവ നേതാവായിരുന്ന ഒരു പൊളിറ്റിക്കൽ ധാരണ എടുത്താണ് പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഡീൽ എന്നൊക്കെ അറിയാം? ഒരു ഡീലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടില്ല. കേരളം ഒരു കലാപഭൂമിയാകുന്ന സംഘർഷത്തിൽ ഒഴിവാക്കണമെന്ന സതുദ്ദേശം മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യം. അതായത് ഈ സമരം തീരുമാനിക്കുന്നത് LDFന്റെ മീറ്റിങ്ങിലാണ്. LDFന്റെ മീറ്റിങ്ങിൽ ഇത് പറയുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും CPM നേതാക്കന്മാരും CPI നേതാക്കളും എല്ലാവരും ഉണ്ടല്ലോ. ആ മീറ്റിങ്ങിൽ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുമ്പോൾ ചില ആളുകൾ അന്ന് തന്നെ അത് അപ്രായോഗികമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പൊതു തീരുമാനം എടുത്തപ്പോൾ പിന്നീട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ജില്ലാ സെക്രട്ടറിമാർ തന്നെ കുപിതരാകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് AK സെൻറ്ററിൽ. ഇതെന്തിനാണ് ഈ സമരം എന്ന്. പക്ഷേ അപ്പോൾ എല്ലാവരും അത് VSന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞു എന്നത് എനിക്കറിയാം.